ഹലോ ഹൈ ഫ്രണ്ട്സ്, നമ്മളിന്ന് നിൽക്കുന്നത് കൊട്ടിയം ഹോളി ക്രോസിൻ്റെ ബാക്ക് സൈഡാണ്. കുറച്ച് വേറെ ദൂരം ഇങ്ങോട്ട് വരണം. ചെമ്മീൻകെട്ടാട്ടോ ഈ കാണുന്നതൊക്കെ. ഇവിടെ റിസോർട്ടുണ്ട്. സൂപ്പർ സീനാട്ടോ. പൊന്നി വെള്ളത്തിലൊക്കെ ഇറങ്ങി ഇങ്ങനെ നിൽപ്പുണ്ട് കേട്ടോ. എനിക്ക് വെള്ളത്തിലിറങ്ങാൻ വയ്യ. ഇത് കണ്ടോ, ഇത് കാണുന്നുണ്ടോ? ക്യാമറ കൊള്ളാമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന്. യൂട്യൂബ് വീഡിയോ. പിള്ളേരൊക്കെ അവിടെ കിടന്ന് വെള്ളത്തിലൊക്കെ തകർക്കുക. കാണുന്നു, കാണാമോ? നിൽക്കുന്ന യൂട്യൂബിലിടണോ? ഇട്ടേക്കാം. എനിക്ക് വെള്ളത്തിലിറങ്ങാൻ വയ്യ. അല്ലേ നിരതെ അങ്ങോട്ടൊക്കെ നല്ല വ്യൂ ഉണ്ടായിരുന്നു. എനിക്ക് ആ വെള്ളത്തിലിറങ്ങാൻ ഒരു മടി. ഇത് മഴവെള്ളമാണെന്ന് തോന്നുന്നു. എൻ്റെ ചെരുപ്പലൊക്കെ നനയും, കണ്ടോ? ഇതൊക്കെ നനയും. പിള്ളേർ വരുന്നതുകൊണ്ടോ കുഞ്ഞു വെള്ളത്തിലൊക്കെ. ഒരു കാര്യം ചെയ്യാം, ഞാൻ ചെരുപ്പ് കരയിലോട്ട് ഊരി വെച്ചിട്ട് ഒട്ടിറങ്ങും. ഈ വെള്ളത്തെ ചവിട്ടാനൊരു മടി. ജാനു കാറിൽ കിടന്ന് ഉറക്കവാ കേട്ടോ. അയ്യോ, കുഞ്ഞു എൻ്റെ പൊന്നപ്പോ, നീ കേട്ടോ. ഓ, അവിടെ വെള്ളം പൊങ്ങി. ആരേലും നീന്തൽ പഠിപ്പിക്കോ? ഹലോ ചേട്ടന്മാരെ, ജോസഫ് അവനെ കൊണ്ടുവന്നു. ഹലോ ചേട്ടാ, കുഞ്ഞെ പഠിപ്പിക്കണേ. അയ്യോ പോലെ അപ്പൊ നീ പോലെ ആഴക്കൂല്ലോ അവിടെ. ആ, നീന്തുന്നുണ്ടോ? കണ്ടോ? ജാനുട്ടി വണ്ടി കിടക്കുവാ. അണ്ണോ ഒരു വീട്ടിൽ കൊണ്ടാവുന്നു അണ്ണാ. ആളുകളുണ്ട് പഠിപ്പിക്കാൻ. നീ ഇപ്പൊ നീന്തിക്കണം അങ്ങോട്ട്. നീ താഴെ ഉത്തരവാദിത്തം എൻ്റെ അല്ല. കാരണം ബില്ല് കടനാത്. മോനെ ഒന്നീനെ കൊണ്ടുപോകുന്നു. ആ, ഇവന് നീന്തൽ അറിയത്തില്ല കേട്ടോ. നോക്കൊന്ന്. മതി. പ്രഷർ കൂടും. അവനെ ഒന്ന് ചുമ്മാ ഒന്ന് ഇറക്കിട്ടോ പ്ലീസ്. ഒഴുക്കുണ്ടോ? അയ്യോ വേണ്ട, ഇവിടെ കിടന്നുള്ള ബുദ്ധിമുട്ട് മതി. അങ്ങോട്ട് പോലെ. അപ്പൊ അങ്ങോട്ട് പോലെ. ഒഴുക്കുണ്ട്. നീ പോവല്ലോ. അങ്ങോട്ട് പോവില്ല, അവിടം വരെ മതി.
ഈ ഒരു സംഭവം കൊണ്ടോ വെള്ളത്തിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും അധികം ആർക്കൊന്നും അറിയത്തില്ല കേട്ടോ. ഇത് കൊട്ടി ഹോളി ക്രോസിൻ്റെ ബാക്ക് സൈഡ്. ഒരു ദിവസം നമുക്ക് അന്നയും ആനോക്കിനെയും കൂടി കൊണ്ടുവരണം. നമ്മുടെ താമസിക്കൊന്നും വേണ്ട, നമുക്ക് ഇവിടം വരെ വന്നാൽ മതി. അങ്ങോട്ട് ഡാ മോനെ അങ്ങ് പോവല്ലേ നീ, ഒഴുക്കുണ്ട് കേട്ടോ, അടിയൊഴുക്കുണ്ട്. അടുത്ത ആഴ്ച ജോസഫിനെയും കൊണ്ട് വന്നാൽ മതി, അവനെ പഠിച്ചോളൂ. അതാ പറഞ്ഞു ജോസഫിനെ ഇവിടെ കൊണ്ടുവന്നത്. എന്ത് സാധനം, ജീവനുള്ളയാണോ? കാണിക്കാവോ? കണ്ടോ, മീനെ കിട്ടിയവർക്ക്. ഇതെടുക്കാം, ചൂണ്ടയിട്ടാ ഞങ്ങള്. എനിക്ക് അങ്ങോട്ട് ഇറങ്ങാൻ വയ്യാത്ത കൂട്ടുകാരെ. കണ്ടില്ല. താഴ്ചയുണ്ട് കേട്ടോ, താഴ്ചയുണ്ട്. എനിക്ക് ഇറങ്ങാൻ വയ്യ. എൻ്റെതേ പകുതി പക്കത്തോളം വെള്ളമായി. ഇങ്ങനെ ടോപ്പൊക്കെ നനയും. ഏയ് ഹോയ്, ഏയ് ഹോയ്, ഓ ഹോയ്. ഓക്കെയാണോ? അപ്പുവേ ഹലോ ഫ്രണ്ട്സ്, ഞാനിവിടെ ഈ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യുവാണ്. ഞാനിതേലവിടെ കാറിൽ ഒറ്റയ്ക്കാണ്ടോ ഇന്ന് ഞാൻ ദേ കയറുവാണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ വെള്ളത്തിന്. മീനി ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട് അവന്മാർ. കക്കയുടെ ഷെല്ല്. ഈ കക്ക നമുക്ക് കുമ്മായമാക്കാം, നീറ്റി കുമ്മായമാക്കാം. കക്കയുടെ ഷെല്ലാണിത്. അവിടെ വള്ളത്തിൽ ചേട്ടന്മാർ ഇരിപ്പുണ്ട്. എന്താന്ന് നമുക്കറിയാൻ വയ്യ. ചൂണ്ടയിലാന്ന് തോന്നുന്നു കേട്ടോ. എനിക്കിങ്ങനെ നടന്ന് അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ഞാൻ ഇച്ചിരി നല്ലൊരു ഡ്രസ്സായിട്ടേക്കണം. അതൊക്കെ ചെളിയാവുന്ന വെച്ചാൽ പോവാത്ത. അപ്പം എന്താ ഗേസ്, ഞാൻ അത് തിരിച്ച് ഓരോ കുഞ്ഞു കുഞ്ഞു മീനുണ്ട് കേട്ടോ. പോയി
അങ്ങനെ നമ്മുടെ ഗെയ്സ് മഴ വരുന്നുണ്ട്. തിരിച്ചു കയറുവാണ്. നമ്മുടെ 2014 IT ബാച്ചിനെല്ലാം മീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസിനായിട്ട് ചേട്ടൻ കൊണ്ടുവന്നു. എൻ്റെ ജാനു അവിടെ കാറയിൽ ഒറ്റയ്ക്കാണ്, എണീറ്റിട്ടുണ്ട്. ഉറക്കം വരുന്ന കുഞ്ഞിനെ ഞാൻ കാറയിൽ കിടത്തിയിട്ട് വന്നതാണ്. അമ്മ വരുന്നേ, അമ്മ വരുന്നേ. ജാനുക്കുട്ടി ഇറങ്ങണ്ട. എടാ പോടാ. ബാ ചെളി. ഞാനും ഇറങ്ങി. ചെളി നമുക്ക് ഇറങ്ങണ്ട. വാ നമുക്ക് പോവാം. വാ. ഹലോ അനുവേട്ടാ. അപ്പം നമ്മുടെ വീഡിയോ ഞാനിവിടെ അതിൻ്റെ ചെയ്യാണ്. ഇനി എൻ്റെ വായാണ്. വായിട്ട് വിളിച്ചെങ്കിൽ വരത്തുള്ളൂ. ഉറക്കെ വിളിച്ചെങ്കിൽ വരത്തുള്ളൂ. അത് നിങ്ങൾ കേട്ടാൽ ശരിയാവത്തില്ല. അപ്പുവേ വാ.